നമസ്കാരം. ഗൾഫ് ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഒമാനിലെ സാമൂഹിക സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന PM ജാബിറിന് ആദരം കൈരളി ഒമാൻ ഹെൽത്ത് പ്രൊഫഷണൽ അവാർഡ് ദാന ചടങ്ങിൽ. UAE-യിൽ നികുതി അടയ്ക്കാൻ പുതിയ ഓൺലൈൻ പോർട്ടൽ ദിർഹം സംവിധാനം നിർത്തലാക്കി. കുവൈത്തിൽ വ്യവസ്ഥകൾ പാലിക്കാത്ത പ്രവാസി ലൈസൻസുകൾ റദ്ദാക്കിയത് 10,000-ഓളം ലൈസൻസുകൾ. സൗദി സമ്പദ് വ്യവസ്ഥ 8.6% വളർച്ച നേടിയതായി സ്ഥിതിവിവര കണക്കുകൾ. സർക്കാർ സേവന പ്രവർത്തനങ്ങളിൽ 2% വർധന. വാർത്തകൾ വിശദമാകുന്നു. ഒമാനിലെ സാമൂഹിക സേവന രംഗത്ത് കഴിഞ്ഞ 4 പതിറ്റാണ്ടായി സജീവമായി തുടരുന്ന PM ജാബിറിനെ കൈരളി ഒമാൻ ഹെൽത്ത് പ്രൊഫഷണൽ അവാർഡ് ദാന ചടങ്ങിൽ പ്രത്യേകം ആദരിച്ചു. ഒമാനിലെ പ്രവാസ സമൂഹത്തിനു വേണ്ടി ജാബിർ നടത്തിയ പ്രവർത്തനങ്ങളെ മുൻനിർത്തിക്കൂടിയാണ് കൈരളി TV ഒമാൻ കോർഡിനേറ്ററായ PM ജാബിറിനെ ആദരിച്ചത്. ലോക കേരള സഭാംഗവും പ്രവാസി ക്ഷേമനിധി ഡയറക്ടർ ബോർഡ് അംഗവുമാണ് PM ജാബിർ. കൈരളി ടിവിയുടെ തുടക്കം മുതൽ ഒമാനിൽ കൈരളി ടിവിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത് PM ജാബിറാണ്. 4 പതിറ്റാണ്ട് മുൻപ് പ്രവാസ ജീവിതം ആരംഭിച്ച തലശ്ശേരി മാളിയേക്കൽ കുടുംബാംഗമായ PM ജാബിർ പൊതുസമൂഹത്തിന്റെ പ്രശ്നങ്ങളിൽ എന്നും സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. 1988-ൽ ഒമാനിൽ കൈരളി സംഘടന ആരംഭിച്ചതു മുതൽ PM ജാബിർ ഇടപെടാത്ത കണ്ണീർ വഴികളില്ല. ഒമാനിൽ മരണമടഞ്ഞ ആയിരക്കണക്കിന് ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് PM ജാബിർ മുൻകൈയെടുത്തിട്ടുണ്ട്. 10,000-കണക്കിന് മലയാളികൾക്ക് മാത്രമല്ല വിവിധ രാജ്യക്കാരായ അനേകം പേർക്കും ജാബിറിന്റെ സഹായം ലഭിച്ചിട്ടുണ്ട്. നീണ്ടകാലത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം PM ജാബിർ നാട്ടിലേക്ക് മടങ്ങുകയാണ്. പ്രവാസി സമൂഹത്തിനായി നടത്തിയ പൊതുപ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് കൈരളി TV PM ജാബിറിനെ ആദരിച്ചത്. ഒമാൻ അൽഫലാജ് ഹോട്ടലിൽ നടന്ന കൈരളി ഒമാൻ ഹെൽത്ത് പ്രൊഫഷണൽ അവാർഡ് ദാന ചടങ്ങിൽ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടറും MP-യുമായ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് ജാബിറിന് ഉപഹാരം നൽകി. പ്രവാസി സമൂഹത്തിലെ ജാബിറിന്റെ ഇടപെടലുകൾ ആർക്കും മറക്കാനാവില്ലെന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. ചടങ്ങിൽ സംസാരിച്ച ഗൾഫാർ ഗ്രൂപ്പ് സ്ഥാപകനും എംഫാർ ഗ്രൂപ്പ് ചെയർമാനുമായ ഡോക്ടർ P മുഹമ്മദ് അലി, ബദൽ സമ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ലത്തീഫ് ഉപ്ല എന്നിവരും ജാബിറിന്റെ പൊതുരംഗത്തെ അനുഭവങ്ങൾ പങ്കുവച്ചു. തന്നെ രൂപപ്പെടുത്തിയ രാഷ്ട്രീയ ബോധമാണ് മനുഷ്യരെ ചേർത്ത് നിർത്താൻ എന്നും പ്രേരിപ്പിച്ചതെന്ന് PM ജാബിർ പറഞ്ഞു. നിരവധി ജീവിതങ്ങൾ തൊടാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് ഒരു ചാരിതാർത്ഥ്യം നൽകുന്നത്. ഞാൻ ആരോടും ജാതി ചോദിച്ചില്ല, ആരോടും മതം ചോദിച്ചില്ല, അവരുടെ പ്രദേശം ചോദിച്ചില്ല, അവരുടെ രാഷ്ട്രീയം ചോദിച്ചില്ല. ഞാൻ മനുഷ്യനായിട്ട് മാത്രം കണ്ടു. എന്നോടൊപ്പം ധാരാളം സഖാക്കൾ നിലകൊണ്ടു. എന്നോടൊപ്പം ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് നിലകൊണ്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കാൻ സാധിച്ചു. നിരവധി ആളുകൾ സഹായങ്ങൾ നൽകുന്നു, നിരവധി പ്രസ്ഥാനങ്ങൾ സഹായം തന്നു, നിരവധി വ്യക്തികൾ, എംബസി, എല്ലാവരും തന്നെ, ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ്, കേരള വിഭാഗം, അതേപോലെ ഇനി ഞാൻ എൻ്റെ കൈരളി എന്നാണ് പറഞ്ഞത്. കൈരളി എല്ലാ അർത്ഥത്തിലും എൻ്റെ കൈരളി. ഞാൻ അറിയപ്പെട്ടത് കൈരളിയാണ്. എല്ലാവരും അതിന് ശേഷം വന്നിട്ടുള്ള കൈരളിക്കാരാണ്. അപ്പോൾ അത് ഇന്നും നിലനിർത്തുന്നു. എല്ലാ അർത്ഥത്തിലും കൈരളി ചാനൽ, കൈരളി സംഘടന എന്ന രീതിയിൽ. ന്യൂസ് ബ്യൂറോ, ഒമാൻ. ഒമാനിലെ ആതുര സേവന രംഗത്ത് നിസ്വാർത്ഥമായ സേവനങ്ങൾ നൽകിയ ആരോഗ്യ പ്രവർത്തകരെ ആദരിക്കുന്നതിനായി കൈരളി TV സംഘടിപ്പിച്ച അവാർഡ് ദാന ചടങ്ങ് വേറിട്ട അനുഭവമായി. സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള നിരവധി പേരാണ് അവാർഡ് ദാന ചടങ്ങിൽ എത്തിയത്. ആതുര സേവന രംഗത്ത് സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തിയ ഒമാനിലെ 5 ഡോക്ടർമാരെയും 5 നഴ്സുമാരെയുമാണ് കൈരളി TV അവാർഡ് നൽകി ആദരിച്ചത്. 2015 മുതൽ കേരളത്തിൽ തുടങ്ങിയ ഡോക്ടേഴ്സ് അവാർഡിന്റെ തുടർച്ചയായാണ് ഗൾഫ് രാജ്യങ്ങളിലും ഇത്തരത്തിൽ ആരോഗ്യ പ്രവർത്തകരെ അവാർഡുകൾ നൽകി ആദരിക്കുന്നത്. പൊതുജനങ്ങളാണ് നാമനിർദ്ദേശങ്ങളിലൂടെ അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുത്തത്. ഒമാൻ അൽഫലാജ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ മലയാളം കമ്മ്യൂണിക്കേഷൻസ് മാനേജിംഗ് ഡയറക്ടറും MP-യുമായ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് ആണ് അവാർഡുകൾ നൽകിയത്. അവാർഡ് ദാന ചടങ്ങുമായി സഹകരിച്ച സ്പോൺസർമാർക്ക് ചടങ്ങിൽ മൊമന്റോകൾ നൽകി. ബദർ അൽസമ ഹോസ്പിറ്റൽ ഗ്രൂപ്പിന് വേണ്ടി എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ബിലാൽ അബ്ദുൽ അസീസും ഫിറസത്ത് മുഹമ്മദും മൊമന്റോ ഏറ്റുവാങ്ങി. സീപേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് വേണ്ടി ഡോക്ടർ ഫാത്തിമ റിൻസി മൊമന്റോ സ്വീകരിച്ചു. ഫാൽക്കൺ പ്രിന്റേഴ്സ് മാനേജിംഗ് ഡയറക്ടർ K സുരേന്ദ്രനും ജോൺ ബ്രിട്ടാസിൽ നിന്ന് മൊമന്റോ സ്വീകരിച്ചു. കൈരളി ഒമാൻ ഹെൽത്ത് അവാർഡിനോട് സഹകരിച്ച ഷാഹി ഫുഡ്സിന് വേണ്ടി നഹാസ് അബ്ദുൽ ഖാദർ, ലുലു എക്സ്ചേഞ്ചിന് വേണ്ടി അബ്ദുൽ നാസർ, അൽ അൻസാബ് ബേക്കറിക്ക് വേണ്ടി പ്രിന്റു അനിൽകുമാർ എന്നിവർ ജോൺ ബ്രിട്ടാസ് MP-യിൽ നിന്ന് മൊമന്റോകൾ ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, ഒമാൻ. UAE-യിൽ നികുതി അടയ്ക്കാൻ പുതിയ ഓൺലൈൻ പോർട്ടൽ സജ്ജമാക്കി. ഫെഡറൽ ടാക്സ് അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതുവരെ ഉപയോഗിച്ചിരുന്ന ദിർഹം സംവിധാനം ഇതോടെ നിർത്തലാക്കി.
UAE-യിലെ സർക്കാർ സേവനങ്ങൾക്ക് ഈ ദിർഹം ഉപയോഗിക്കുന്നത് നിർത്തലാക്കാൻ ധനമന്ത്രാലയം നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ഇതോടെയാണ് പുതിയ സംവിധാനം സജ്ജമാക്കിയത്. UAE-യിലെ മൂല്യവർദ്ധിത നികുതി, എക്സൈസ് നികുതി, മറ്റു നികുതികൾ എന്നിവ മഗ്നാദി എന്ന പോർട്ടിലൂടെ അടയ്ക്കാം. സുരക്ഷിതമായും വേഗത്തിലും ഇടപാട് പൂർത്തിയാക്കാൻ ഇതുവഴി സാധിക്കും. കുവൈത്തിൽ 10,000-ഓളം വരുന്ന പ്രവാസികളുടെ ലൈസൻസുകൾ പിൻവലിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിന് ആവശ്യമായിരുന്ന വ്യവസ്ഥകൾ പാലിക്കാതെ ലഭിച്ചതും ലൈസൻസ് കൈപ്പറ്റുന്ന സമയത്ത് ആവശ്യമായിരുന്ന വ്യവസ്ഥകളിൽ പിന്നീട് മാറ്റം വരുത്തിയതുമായ ലൈസൻസുകളാണ് പിൻവലിക്കപ്പെട്ടവയിൽ കൂടുതലും. ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് തലാൽ അൽ ഖാലിദിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം രാജ്യത്ത് മുൻ വർഷങ്ങളിൽ പ്രവാസികൾക്ക് അനുവദിച്ച ഡ്രൈവിംഗ് ലൈസൻസ് ഫയലുകളുടെ പരിശോധന നടത്തുമെന്ന തീരുമാനത്തിന്റെ ഭാഗമായാണ് പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസുകളുടെ പരിശോധന നടന്നുവരുന്നത്. ഇത് പൂർത്തീകരിക്കാൻ 2 മാസത്തോളം സമയം വേണ്ടിവരുമെന്നാണ് അധികൃതർ കണക്കാക്കുന്നത്. 2022 മൂന്നാം പാദത്തിൽ സൗദി സമ്പദ് വ്യവസ്ഥ 8.6% വളർച്ച നേടിയതായി സ്ഥിതിവിവര കണക്കുകൾ. സർക്കാർ സേവന പ്രവർത്തനങ്ങളിൽ 2% വർധനവുണ്ടായി എന്നും കണക്കുകൾ പറയുന്നു. ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. എണ്ണ മേഖലയിൽ 14.5% വളർച്ചയാണ് മൂന്നാം പാദത്തിൽ നേടിയത്. എണ്ണ ഇതര പ്രവർത്തനങ്ങളുടെ GDP മുൻവർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 9.5% വർദ്ധിച്ചതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. UAE-യിലെ സംഗീത കൂട്ടായ്മയായ ഗൾഫ് വോയ്സിന്റെ ആഭിമുഖ്യത്തിൽ സംഗീത സന്ധ്യ സംഘടിപ്പിച്ചു. ദുബായിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. ദുബായ് കരാമ SNG ഹാളിലാണ് സംഗീത കൂട്ടായ്മയായ ഗൾഫ് വോയ്സിന്റെ ആഭിമുഖ്യത്തിൽ സംഗീത സന്ധ്യ സംഘടിപ്പിച്ചത്. ദുബായ് പോലീസ് ഓഫീസറായ സലീം അവാദ് അൽ ഖിത്രി, ദാവൂദ് അബ്ദുള്ള എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി. ഗൾഫ് വോയ്സ് പ്രസിഡന്റ് ഷാജി രാഘവൻ, രക്ഷാധികാരി സുൽഫിക് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. 2022 യുവകലാസാഹിത്യ പുരസ്കാരം നേടിയ പ്രവാസി സാഹിത്യകാരൻ ജയകുമാർ മല്ലപ്പള്ളിയെ ചടങ്ങിൽ ആദരിച്ചു. 2022 യുവ സാഹിത്യകാരനുള്ള പുരസ്കാരമാണ് ഗൾഫ് വോയ്സ് എനിക്ക് ഇന്ന് നൽകിയിരിക്കുന്നത്. ഏകദേശം 75-ൽ പരം കവിതകളുടെ ഒരു സമാഹാരം വാഗപ്പൂക്കൾ എന്ന പേരിൽ ഈ വരുന്ന ഷാർജ ഇന്റർനാഷണൽ പുസ്തകോത്സവത്തിൽ നവംബർ 12-ാം തീയതി ശ്രീ മുരുകൻ കാട്ടാക്കട അവറുകൾ പ്രകാശനം ചെയ്യുകയാണ്. ഏറ്റവും സന്തോഷം തരുന്ന മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിലെ ഒരു കവിതയായ അനിവാര്യത നമ്മുടെ പ്രിയങ്കരനായ പിന്നണി ഗായകൻ ശ്രീ ബിജു നാരായണൻ ആലപിച്ച് ഉടൻ തന്നെ റിലീസിന് ഒരുങ്ങുകയാണ്. UAE-യിലെ പ്രമുഖ ഗായകനും സംവിധായകനുമായ സുൽഫിക്, ഗായകൻ ശരത്ത് തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിച്ചു. ഒട്ടേറെ യുവഗായകരും ഗൾഫ് വോയ്സിന്റെ അരങ്ങിലെത്തി. ന്യൂസ് ബ്യൂറോ, ദുബായ്. കൈരളി സലാലയുടെ ആഭിമുഖ്യത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ അനുസ്മരണം സംഘടിപ്പിച്ചു. ദേശാഭിമാനി ചീഫ് എഡിറ്ററും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ പുത്തലത്ത് ദിനേശൻ ഇന്ത്യൻ സമൂഹത്തിന്റെ വികാസ പരിണാമങ്ങൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് കൊളോണിയൽ ചരിത്രകാരന്മാർ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട് വർഗീയമായ വിഭജനം സൃഷ്ടിക്കുന്ന തരത്തിലുള്ളതാണ് എന്ന് പുത്തലത്ത് ദിനേശൻ പറഞ്ഞു. സലാല വുമൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ കൈരളി രക്ഷാധികാരി AK പവിത്രൻ, ലോക കേരള സഭാംഗം കാരായി പവിത്രൻ എന്നിവർ കോടിയേരിയെ അനുസ്മരിച്ച് സംസാരിച്ചു. സലാല കൈരളി പ്രസിഡന്റ് ഗംഗാധരൻ അയ്യപ്പൻ അധ്യക്ഷത വഹിച്ചു. കൈരളി ജനറൽ സെക്രട്ടറി സിജോയ് പേരാവൂർ സ്വാഗതവും വനിതാ വിഭാഗം സെക്രട്ടറി ഷീബ സുമേഷ് നന്ദിയും പറഞ്ഞു. ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് കുവൈറ്റ് സംഘടിപ്പിച്ച 2ാമത് ഷിഫ പ്രീമിയർ ഫുട്ബോൾ ലീഗിന് സമാപനമായി. അബ്ബാസിയയിലെ നിബ്രാസ് ഫുട്ബോൾ മൈതാനിയിൽ നടന്ന ടൂർണമെന്റിൽ ഷിഫ സ്ട്രൈക്കേഴ്സ് 1ാം സ്ഥാനവും ഷിഫ റോയൽസ് 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ലീഗിലെ മികച്ച താരമായി ഷിഫ സ്ട്രൈക്കേഴ്സിലെ റിയാസും മികച്ച ഗോൾ കീപ്പറായി ഷിഫ റോയൽസിലെ ഷിഹാബും തെരഞ്ഞെടുക്കപ്പെട്ടു. ഷിഫ സ്ട്രൈക്കേഴ്സിലെ റഫീഖാണ് മികച്ച ഡിഫൻഡർ. ഗോൾഡൻ പ്ലെയറായി നജീബ് തെരഞ്ഞെടുക്കപ്പെട്ടു. വിജയികൾക്കുള്ള ഷിഫ അൽ ജസീറ പർവാനിയ ജനറൽ മാനേജർ സുബൈർ, ഫഹാഹിൽ ജനറൽ മാനേജർ ഫവാസ്, കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ ചേർന്ന് ട്രോഫിയും ക്യാഷ് അവാർഡും സമ്മാനിച്ചു. അബുദാബിയിലെ ഇന്ത്യൻ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ ഇന്ത്യൻ മീഡിയ അബുദാബി ഇമയുടെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി NM അബൂബക്കറിനെയും ജനറൽ സെക്രട്ടറിയായി TS നിസാമുദ്ദീനെയും ട്രഷററായി ഷിജിന കണ്ണൻദാസിനെയും തെരഞ്ഞെടുത്തു. മുൻ പ്രസിഡന്റ് റാഷിദ് പൂമാടത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന വാർഷിക സമ്മേളനത്തിലാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. ദമാബൈൽ ദല്ല ഫുട്ബോൾ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ അവസാനിച്ചു. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ
ഖത്തീഫിൽ നടന്ന പ്രീ ക്വാർട്ടർ മത്സരങ്ങളിൽ എതിരില്ലാത്ത ഖാലിദിയ FC, MUFC, ഖദർ FC, യുണൈറ്റഡ് FC, CSE, കോബാർ എന്നീ ടീമുകൾ വിജയിച്ചു. ആദ്യ ക്വാർട്ടർ മത്സരത്തിൽ ഖാലിദിയ FC സെമിയിൽ പ്രവേശിച്ചു. ഷമീൽ അജിത്, സജീർ വള്ളിപ്പറമ്പിൽ, ഡിഫൻഡർ മുൻ പ്രസിഡന്റ് റഫീഖ് കൂട്ടിലങ്ങാടി, DFC വൈസ് പ്രസിഡന്റ് ജബ്ബാർ അറക്കൽ എന്നിവർ കളിക്കാരുമായി പരിചയപ്പെട്ടു. നവംബർ 3-ന് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഖത്തർ ലോകകപ്പിന്റെ വിശേഷങ്ങളാണ്. ഖത്തർ ലോകകപ്പിന് ഇനി 20 നാൾ. ലോകമെങ്ങും ഖത്തർ ലോകകപ്പിന്റെ ആവേശത്തിലെത്തുമ്പോൾ ആവേശമേറ്റാൻ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാലും എത്തി. ദോഹയിൽ നടന്ന ചടങ്ങിലാണ് മോഹൻലാൽ പാടി അഭിനയിച്ചിരിക്കുന്ന മോഹൻലാൽസ് സല്യൂട്ടേഷൻ ടു ഖത്തർ എന്ന് പേരിട്ടിരിക്കുന്ന സംഗീത വീഡിയോ പ്രകാശനം ചെയ്തത്. The thrill of football overtakes us all. The passion of the field is as much as it is on the field. As a fan myself, I joined the millions of football fans with bated breath for the kickoff of the FIFA World Cup 2022 Qatar. I too will be a part of the passion and the emotions that are about to unfold world over. സ്ഥിതി ചെയ്യുന്ന സ്റ്റേഡിയമാണ് അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയം. 2003-ൽ നിർമ്മിച്ച ഈ സ്റ്റേഡിയം ഖത്തർ ലോകകപ്പിനായി നവീകരിച്ചതാണ്. ഖത്തറിന്റെ പാരമ്പര്യം വിളിച്ചോതുന്ന മുഖമാണ് അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയത്തിന്റെ പ്രത്യേകത. നിർമ്മാണ സാമഗ്രികളുടെ 80% പുനരുപയോഗിച്ചാണ് നവീകരണ പ്രവർത്തനം പൂർത്തിയാക്കിയത്. 40,000 സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ഈ മൾട്ടിപർപ്പസ് സ്റ്റേഡിയത്തിൽ 6 ഗ്രൂപ്പ് റൗണ്ട് മത്സരങ്ങളും ഒരു പ്രീ ക്വാർട്ടർ മത്സരവും ഉൾപ്പെടെ ആകെ 7 മത്സരങ്ങളാണ് നടക്കുക. നവംബർ 21-ന് ഗ്രൂപ്പ് ബിയിലെ അമേരിക്ക വെയിൽസ് മത്സരമാണ് സ്റ്റേഡിയത്തിലെ ആദ്യ മത്സരം. ഗ്രൂപ്പ് ബിയിൽ നവംബർ 29-ന് ഇംഗ്ലണ്ട് വെയിൽസ് ത്രില്ലർ, ഗ്രൂപ്പ് എഫിൽ ഡിസംബർ 1-ന് ക്രൊയേഷ്യ ബെൽജിയം ത്രില്ലർ എന്നിവയ്ക്കും അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയം വേദിയാകും. പ്രമുഖ ഖത്തറി ക്ലബായ അൽ റയാന്റെ ഹോം ഗ്രൗണ്ട് കൂടിയാണിത്. കാണികൾക്ക് മഴയും വെയിലും കൊള്ളാതെ ഇരുന്ന് കളി കാണാനുള്ള സൗകര്യം ഈ സ്റ്റേഡിയത്തിലുമുണ്ട്. ടൂർണമെന്റിന് ശേഷം 20,000 പേരെ ഉൾക്കൊള്ളുന്ന അൽ റയാൻ സ്പോർട്സ് ക്ലബായി ഇത് മാറും. ഖത്തർ ലോകകപ്പ് ഡെസ്ക്, കൈരളി ന്യൂസ്. ഖത്തർ ലോകകപ്പിലെ മത്സരങ്ങൾ അരങ്ങേറുന്ന സ്റ്റേഡിയങ്ങളിൽ ഒന്നാണ് അൽ ജനൂബ് സ്റ്റേഡിയം. ആകെ 7 മത്സരങ്ങളാണ് അൽ ജനൂബ് സ്റ്റേഡിയത്തെ കാത്തിരിക്കുന്നത്. ആകൃതി കടം കൊണ്ടാണ് അൽ ജനൂബ് സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത്. പാരമ്പര്യവും ആധുനികതയും ഇടകലർന്ന ശില്പചാതുരിക്ക് ഉദാഹരണമാണ് ഈ സ്റ്റേഡിയം. ഇറാഖി ബ്രിട്ടീഷ് ആർക്കിടെക്ട് സാഹ മുഹമ്മദ് ഹദീദാണ് അൽ ജനൂബ് സ്റ്റേഡിയത്തിന്റെ ശില്പി. 40,000 സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ഈ സ്റ്റേഡിയത്തിൽ 6 ഗ്രൂപ്പ് റൗണ്ട് മത്സരങ്ങളും ഒരു നോക്കൌട്ട് മത്സരവും ഉൾപ്പെടെ ആകെ 7 മത്സരങ്ങളാണ് നടക്കുക. നവംബർ 22-ന് ഗ്രൂപ്പ് ഡിയിലെ ഫ്രാൻസ് ഓസ്ട്രേലിയ മത്സരമാണ് അൽ ജനൂബിലെ ആദ്യ മത്സരം. കാമറൂൺ, ഗാന, ഡെൻമാർക്ക് ടീമുകളുടെ മത്സരങ്ങളും ജനൂബിൽ നടക്കും. ഖത്തർ ഫുട്ബോൾ ക്ലബ്ബ് അൽസാദിന്റെ ഹോം ഗ്രൗണ്ടാണ് ഇത്. വലുപ്പത്തിൽ 2ാം സ്ഥാനമാണ് അൽ വക്ര സ്റ്റേഡിയം എന്ന് നേരത്തെ അറിയപ്പെട്ടിരുന്ന ഈ സ്റ്റേഡിയത്തിന് 2019 മെയ് മാസത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഈ സ്റ്റേഡിയം ഖത്തർ ലോകകപ്പിനായി നിർമ്മിച്ച ആദ്യ സ്റ്റേഡിയം കൂടിയാണ്. 2020-ലെ ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിന് ആതിഥേയത്വം വഹിച്ചത് അൽ ജനൂബ് സ്റ്റേഡിയമായിരുന്നു. ലോകകപ്പിന് ശേഷം മറ്റു മിക്ക സ്റ്റേഡിയങ്ങളെയും പോലെ 20,000 സീറ്റുകൾ നീക്കം ചെയ്യാനാണ് പദ്ധതി. ഖത്തർ ലോകകപ്പ് ഡെസ്ക്, കൈരളി ന്യൂസ്.